ഹലോ നമസ്കാരം. ഹോളിഡേ വിങ്സ് 5 ദിവസത്തെ തായ്ലാൻഡ് യാത്ര വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. നല്ല താമസ സൗകര്യവും ഫുഡും ഗൈഡും എല്ലാം നല്ലതായിരുന്നു. ഒരുപാട് സന്തോഷമായി മനസ്സിന്. ഓക്കെ, താങ്ക് യു ഹോളിഡേ വിങ്സ്. ഹോളിഡേ വിങ്സിൻ്റെ ടൂർ പ്രോഗ്രാം 5 ദിവസം, 6 ദിവസം ആണെങ്കിൽ ഇന്ന് തിരിച്ചു പോവുകയാണ്. ഇതുവരെയുള്ള യാത്രയും ബാക്കി ഹോട്ടൽ ഫുഡ്, ബാക്കി അറേഞ്ച്മെൻറ്റ്സ്, ഗൈഡ് എല്ലാം നല്ല സൂപ്പറായിരുന്നു. ഗൈഡ് ലൈൻ വളരെ നന്നായിരുന്നു. നല്ലൊരു ജെന്റിൽമാനാണ്. ഓക്കെ, ബൈ. ഞങ്ങളുടെ ടൂറൊക്കെ അടിപൊളിയായിരുന്നു. ബിന്ദു ഞങ്ങളെ നല്ലവണ്ണം നോക്കി ഞങ്ങളെ സുഖമായിട്ട് ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഇനി ഒത്തിരി സമയമുള്ളൂ, ഞങ്ങളങ്ങ് എത്തും. ഞങ്ങളുടെ ടൂറൊക്കെ നല്ല അത് ഞങ്ങളുടെ എല്ലാം നല്ല സുഖമായിരുന്നു, സന്തോഷമായില്ല. ഇഷ്ടപ്പെട്ടല്ലോ. ഓക്കെ, ഇതന്നെ പറയാനുള്ളത്. സാർ പറഞ്ഞത് തന്നെ അഭിപ്രായം. നല്ല അടിപൊളി ടൂറായിരുന്നു. ഭക്ഷണങ്ങളായാലും അങ്ങനെയാണ്, ഗൈഡും അങ്ങനെയായിരുന്നു. നമ്മളെ എല്ലായിടത്തും നല്ലതുപോലെ കൊണ്ടുപോയി. നമ്മളെല്ലാവരും ഒത്തുവരുന്നത് വരെ ഗൈഡ് വെയിറ്റ് ചെയ്യുമായിരുന്നു. നമുക്ക് ഭാഷ മനസ്സിലായില്ലെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ നമ്മളെല്ലാവരും 19 പേരും നല്ല സഹകരണമായിരുന്നു. ഒന്നിനൊന്ന് സഹകരണങ്ങളായിരുന്നു, ഒരു പ്രശ്നങ്ങളുമില്ല. നല്ല നീറ്റായിരുന്നു, അടിപൊളി ടൂറായിരുന്നു. ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. നമുക്ക് ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. നമ്മൾ താമസിച്ച ഹോട്ടലൊക്കെ ആണെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലൊക്കെ അടിപൊളിയാണ്. വലിയ സന്തോഷം, ഭയങ്കര ഇതാണ്. അപ്പം ഹോളിഡേ വിങ്സിൻ്റെ ടൂർ പാക്കേജ് കൊള്ളാം, നിങ്ങൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ഓരോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവിടുത്തെ കുറച്ച് ഓർമ്മകൾ ബാക്കിയാക്കി ഇറങ്ങുകയാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഇന്ന് രാത്രിയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. താമസിച്ച 2 ഹോട്ടലിലെയും ഇനി 2 ബുദ്ധ ടെമ്പിളിൽ കൂടെ ഞങ്ങൾ പോകുന്നുണ്ട്. അവിടുത്തെ വീഡിയോയുമായി ഹാളാണ് ഈ കാണുന്നത്. 2 ഹോട്ടലും നല്ലതായിരുന്നു. ഇത് പട്ടായയിലുള്ളതാണ്. ഈ കാണുന്ന ഹോട്ടൽ ബാങ്കോക്കിലായിരുന്നു. എന്നും ഓർമ്മകൾ സൂക്ഷിക്കാൻ കുറച്ച് നിമിഷങ്ങൾ കിട്ടി. അങ്ങനെ വളരെ സന്തോഷത്തിലായിരുന്നു. ഞങ്ങൾ താമസിച്ച 2 ഹോട്ടലിലെയും ഡൈനിങ് ഹാൾ ആണ് ഈ കാണുന്നത്, മാറി മാറി കാണുന്നത്. എല്ലാം നല്ലതായിരുന്നു. ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നുണ്ട്. 2 ബുദ്ധ ടെമ്പിളിൽ പോകുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോകളെന്നും കാണുമ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ കുറച്ച് നിമിഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്.
ഇനി ഇവിടുന്ന് ഞങ്ങൾ പോകുന്നത് നേരെ 2 ബുദ്ധ ടെമ്പിൾ കാണാനാണ്. Founded in 1782 Bangkok. The first one we call Sukhothai, second one Ayutthaya or Ayutthaya, third Thonburi, and last Bangkok in 1782. Up to now, 243 years Bangkok. So that Bangkok be only 243 years. So they have only 10 kings now in Bangkok. Thailand is the democracy country. We have the king, monarchy, and the prime minister. But the king royal family, they are not involved in politics, not rule the country. Just only the symbol of something. And